1950 വാഗമൺ കേരളത്തിന്റെ കുടിയേറ്റ കർഷക ചരിത്രത്തിൽ നിർണായകമായിരുന്ന കാലം. ജീവിതം തേടി മല കയറി മണ്ണിനോടും പ്രകൃതിയോടും പ്രതികൂല സാഹചര്യങ്ങളോടും പൊരുതി ജീവിച്ചിരുന്ന വാഗമണ്ണിലെ കർഷകർക്കിടയിലേക്ക് 1960-ലാണ് ബെൽജിയം സന്യാസിയായ ഫാദർ ഫ്രാൻസിസ് എത്തുന്നത്. ക്ഷീരകൃഷിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്ന അദ്ദേഹത്തിന് ഇടുക്കി ജില്ലയിലെ പീരുമേട് ഹൈ റേഞ്ചുകളിൽ ഡയറി അടിസ്ഥാനമാക്കിയുള്ള സമ്മിശ്ര കൃഷിരീതിയുടെ സാധ്യത തോന്നി. കർഷകർക്കായി പുതിയൊരു കാർഷിക മേഖലയുടെ പുതുവെളിച്ചം പോലെ അദ്ദേഹം പീരുമേട്ടിലെ വിശാലമായ പുൽമേടുകളിൽ ഭാവിയിലെ മിൽക്ക് ഷെഡ് സ്വപ്നം കണ്ടു. സ്വന്തം സുഹൃത്തുകൂടിയായ ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് അംബാസഡർ ജാക്ക് എ കൂട്ടായുമായി അദ്ദേഹം പങ്കുവച്ച ഈ ആശയം ക്ഷീരകൃഷിയിൽ വഴിത്തിരിവായി. അതോടെ ഡയറി കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി കേരളത്തിലെ ഹൈ റേഞ്ചുകൾ സന്ദർശിച്ച സ്വിറ്റ്സർലൻഡ് ടീമുകൾ മാട്ടുപ്പെട്ടിയിലെ ഒഴിഞ്ഞുകിടക്കുന്ന 500 ഏക്കർ സർക്കാർ ഭൂമിയിൽ ഒരു പരീക്ഷണ പദ്ധതി ശുപാർശ ചെയ്തു. കേരളത്തിലെ ക്ഷീരകർഷകരുടെ ജീവിതത്തിലും ഡയറി സെക്ടറിലും തന്നെ പുതുവഴിയായ ഇൻഡോ സ്വിസ് പ്രൊജക്ട് കേരള സ്ഥാപിക്കാൻ 2 ഗവൺമെന്റുകളും സംയുക്തമായി തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. 1963 ഇൻഡോ സ്വിസ് പ്രൊജക്ട് കേരള. 1960കളുടെ മധ്യത്തിൽ ഉത്തര കേരള ഡയറി പ്രൊജക്ടിന്റെ ഭാഗമായി ഇന്ത്യ ഗവൺമെന്റും സ്വിറ്റ്സർലൻഡ് ഗവൺമെന്റും ചേർന്ന് ഒപ്പുവച്ച കരാറാണ് ഇൻഡോ സ്വിസ് പ്രൊജക്ട് കേരള. പ്രാദേശിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ പുതിയ ഇനം കന്നുകാലികളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതി കൃത്രിമ ബീജസങ്കലനം പരിചയപ്പെടുത്തുക, മെച്ചപ്പെട്ട കന്നുകാലി ആരോഗ്യം കൈകാര്യം ചെയ്യുക, പുൽകൃഷി വികസനം എന്നിവയിലൂടെ കേരളത്തിലെ ക്ഷീരകർഷകരുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. SDC അഥവാ സ്വിസ് ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ആൻഡ് കോഓപ്പറേഷന്റെ സാമ്പത്തിക സഹായത്തോടെയും സഹകരണത്തോടെയും കൂടി 1996 വരെയും കേരളത്തിൽ നടപ്പിലായിരുന്ന ഈ പ്രൊജക്ട് സാധു കർഷകർക്ക് സ്ഥിര വരുമാനം യാഥാർത്ഥ്യമാക്കുന്നതിൽ വഹിച്ച പങ്ക് ചെറുതല്ല. 1987 നോർത്ത് കേരള ഡയറി പ്രൊജക്ട്. മലബാർ മേഖലയിലെ ക്ഷീരവികസന പ്രവർത്തനങ്ങൾക്കായി 1987 സെപ്റ്റംബർ 25-ന് ഇന്ത്യ ഗവൺമെന്റും സ്വിറ്റ്സർലൻഡ് ഗവൺമെന്റും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് NKDP നോർത്ത് കേരള ഡയറി പ്രൊജക്ട് അഥവാ ഉത്തര കേരള ഡയറി പ്രൊജക്ട്. 16.18 കോടി രൂപ ഗ്രാന്റായും 9.84 കോടി രൂപയോളം ലോണായും ലഭിച്ച 26.02 കോടി രൂപയുടെ ഈ പദ്ധതിക്ക് പ്രധാനമായും 2 ഘട്ടങ്ങളും പിന്നീട് ദീർഘിപ്പിച്ച ഒരു ഘട്ടം കൂടിയുണ്ടായിരുന്നു. മലബാറിലെ ക്ഷീരവികസനത്തിന്റെ ആണിക്കല്ലായ ഈ പദ്ധതിയുടെ 1ാം ഘട്ടത്തിലാണ് മലബാർ മിൽമ രൂപം കൊള്ളുന്നത്. 1989 മലബാർ റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഉത്തര കേരള ഡയറി പ്രൊജക്ടിന്റെ ഭാഗമായി 1989 ജൂൺ 29-ന് രജിസ്റ്റർ ചെയ്യപ്പെട്ട മലബാർ മിൽമ എന്ന മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ എടുത്തു പറയേണ്ട സ്വിസ് പാരമ്പര്യത്തിന്റെ മാത്രമല്ല SDCയുടെ കൃത്യമായ സാമ്പത്തിക സഹായത്തിന്റെ കൂടി ഉദാഹരണങ്ങളിൽ ഒന്നാണ്. 2002 വരെയും സാമ്പത്തികമായും സംഘടിതമായും വ്യക്തമായ സ്വിസ് മേൽനോട്ടത്തിൽ സഞ്ചരിച്ച മലബാർ മിൽമ അതിനുശേഷം ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരും പാൽ സൊസൈറ്റികളും പാൽ ശേഖരണവും ഉൽപാദനവും വരുമാനവുമുള്ള മേഖലാ യൂണിയനുകളിൽ ഒന്നായി വളരുകയായിരുന്നു. പിന്നീട് സംസ്ഥാനത്തെ മികച്ച ക്ഷീരകർഷക സൗഹൃദത്തിന് മാതൃകയായി 6 ജില്ലകളിലേക്ക് വ്യാപിച്ച മലബാർ മിൽമയുടെ ഈ ജൈത്രയാത്രയുടെ തുടക്കം പക്ഷേ എളുപ്പമായിരുന്നില്ല. ലയിക്കാൻ എതിർപ്പ് കാണിച്ചിരുന്ന മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലാ മിൽക്ക് യൂണിയനുകളും ആനന്ദ് മാതൃകയോടുള്ള പരമ്പരാഗത പാൽ സൊസൈറ്റികളുടെ എതിർപ്പും സംസ്കരണത്തിന് സൗകര്യമില്ലെന്നതും പാൽ ക്ഷാമവും പാൽ കേടാകുന്ന അവസ്ഥയും ഉൽപ്പന്നം നെയ് മാത്രമാണെന്ന പരിമിതിയും ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതിയുടെ തീർത്തുമുള്ള അവഗണനയുമടക്കം മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയന് തുടക്കകാലത്ത് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ ഏറെയാണ്. എന്നാൽ മികച്ച ഏകോപനത്തിലൂടെ പതിയെ പതിയെ പ്രതിസന്ധികൾ ഓരോന്നും ശക്തിയായി മാറ്റിയ മലബാർ മിൽമയുടെ വളർച്ചയുടെ പടവുകൾ ഇന്ന് ചരിത്രമാണ്. 1989 ജൂൺ 29-ന് രജിസ്റ്റർ ചെയ്യപ്പെട്ട മലബാർ മേഖലാ യൂണിയൻ 144 സൊസൈറ്റികളുടെ അംഗത്വവുമായി പാലക്കാട്, കണ്ണൂർ ഡയറികൾ ഏറ്റെടുത്തുകൊണ്ട് 1990 ജനുവരി 15-നാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതൊരു ദീർഘമായ യാത്രയുടെ തുടക്കമായിരുന്നു.
സ്വിസ് ഡെവലപ്മെന്റ് കോഓപ്പറേഷന്റെ ധനസഹായത്തിലൂന്നി ദേശീയ ക്ഷീരവികസന ബോർഡും കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനും മുന്നിൽ നിന്ന് നയിച്ച വളർച്ചയുടെ രണ്ടാം ഘട്ടമാവട്ടെ. പാലുൽപാദന വർധനവിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലൂന്നിയുള്ള വലിയ മുന്നേറ്റവും പാലക്കാട്, കണ്ണൂർ ഡയറികളുടെയും ചില്ലിംഗ് പ്ലാന്റുകളുടെയും വികസനം, 1992 ഹെഡ് ഓഫീസ് ഉദ്ഘാടനം, 1995 കോഴിക്കോട് ഡയറി രൂപീകരണം, നിലമ്പൂർ പാൽ ശീതീകരണശാല സ്ഥാപിക്കൽ എന്നീ നിർണായക നേട്ടങ്ങൾക്ക് കേരളത്തിലെ ക്ഷീരകർഷകരും മലബാർ മേഖലാ യൂണിയനും സാക്ഷിയായ രണ്ടാം ഘട്ടം പുതിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വൈവിധ്യവൽക്കരണവും സജീവമായ നാളുകളായിരുന്നെങ്കിൽ ടെക്നോളജിയുടെ സമർത്ഥമായ ഉപയോഗപ്പെടുത്തലിനൊപ്പം സംഭരണവും വിപണനവും വിറ്റുവരവും കൂടുകയും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വരികയും ചെയ്ത മൂന്നാം ഘട്ടമാവട്ടെ മികവിന്റെ ഉയരങ്ങളിലേക്ക് മിൽമയെ അതിവേഗം ഉയർത്തുന്നതായിരുന്നു. മലബാർ മിൽമ ഇന്ന് പാലിന്റെ തനിമയിൽ ഒരു തുള്ളി പോലും ചോരാതെയുള്ള പാൽ സംഭരണത്തിൽ തൊട്ടുതുടങ്ങുന്ന വ്യക്തവും കൃത്യവുമായ മേന്മയുടെ ഒരു തുടർച്ചയാണ്. ദീർഘവീക്ഷണത്തിൽ നയിക്കപ്പെട്ട ആ മുന്നേറ്റത്തിന്റെ മർമ്മം എന്നും അധ്വാനിക്കുന്നവന്റെ മനസ്സറിഞ്ഞുള്ള കർഷക ക്ഷേമ പ്രവർത്തനങ്ങളായിരുന്നു. മാർക്കറ്റ് വിലയുടെ 83% കൂടാതെയുള്ള പ്രവർത്തന മിച്ചം മിൽമ അധിക പാൽ വിലയായി ഉൽപാദകനു തന്നെ നൽകുന്നു. ഓരോ ലിറ്റർ പാലിൽ നിന്നും ഒരു നിശ്ചിത തുക ക്ഷീരകർഷകർക്ക് വേണ്ടിയുള്ള സർക്കാരിന്റെ പെൻഷൻ പദ്ധതിയിലേക്ക് മിൽമ നേരിട്ട് അടയ്ക്കുന്നു. ക്ഷീരസംഘങ്ങളിൽ സ്ഥാപിച്ച ബൾക്ക് മിൽക്ക് കൂളറുകളുടെ പ്രവർത്തന മേൽനോട്ടത്തിനായി BMC ടെക് മൊബൈൽ ആപ്പും സംഘങ്ങളിൽ ക്വാളിറ്റി അഷ്വറൻസ് ടെക്നീഷ്യന്മാർ നടത്തുന്ന പരിശോധനകളുടെ ഫലം യഥാസമയം അറിയുന്നതിനായി നടപ്പിലാക്കിയ ക്യൂഷുവർ മൊബൈൽ ആപ്പും BMC ക്ഷീരസംഘങ്ങളിൽ സംഭരിക്കുന്ന പാലിന്റെ വിവരങ്ങൾ മേഖലാ യൂണിയന് കൈമാറുന്നതിനായി സ്ഥാപിച്ച PMS സോഫ്റ്റ്വെയറും ഉൾപ്പെടെ പാൽ സംഭരണ, സംസ്കരണ, വിപണന രംഗങ്ങളിൽ മേഖലാ യൂണിയൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സോഫ്റ്റ്വെയറുകൾ നിരവധിയാണ്. മേഖലാ യൂണിയൻ സംഭരിക്കുന്ന പാലിന്റെ ശരാശരി അണുഗുണ നിലവാരം മെഥിലിൻ ബ്ലൂ റിഡക്ഷൻ ടൈം 214 മിനിറ്റായി ഉയർത്തുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തെ സംഘടിത ക്ഷീരമേഖലയിൽ സംഭരിക്കുന്ന പാലിന്റെ ഏറ്റവും ഉയർന്ന ശരാശരി അണുഗുണ നിലവാരമാണ്. പശുക്കൾക്ക് തീറ്റ ലഭ്യത ഉറപ്പാക്കുന്നതിനും പാലുൽപാദന ചെലവ് കുറയ്ക്കുന്നതിനും വേണ്ടി സബ്സിഡി നിരക്കിൽ ഗുണമേന്മയുള്ള സൈലേജ്, ചോളപ്പുല്ല്, പച്ചപ്പുല്ല്, ധാതുലവണ മിശ്രിതം, ബൈപ്പാസ് ഫാറ്റ് തുടങ്ങിയ തീറ്റ വസ്തുക്കളും പശുക്കുട്ടികളുടെ വളർത്തുചെലവ് കുറയ്ക്കുന്നതിനും ആരോഗ്യം ഉറപ്പാക്കുന്നതിനും വേണ്ടി മിൽക്ക് റീപ്ലേസർ, കാഫ് സ്റ്റാർട്ടർ തുടങ്ങിയ തീറ്റ വസ്തുക്കളും സബ്സിഡി നിരക്കിൽ കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ക്ഷീര കാർഷിക വൃത്തി അനായാസകരമാക്കുന്നതിനു വേണ്ടി യൂണിയന്റെ കർഷക സഹായി പദ്ധതിയിൽ കാലിത്തൊഴുത്ത്, ബയോഗ്യാസ്, കറവയന്ത്രം, റബ്ബർ മാറ്റ്, ചാഫ് കട്ടർ തുടങ്ങിയ പലവിധ ഫാം ഉപകരണങ്ങൾക്ക് സബ്സിഡി നൽകി വരുന്നുണ്ട്. മലബാർ മിൽമ അതിന്റെ തനത് പദ്ധതികളിലൂടെ ക്ഷീരകർഷകരുടെ ക്ഷേമത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി വരികയാണ്. ഓരോ വർഷത്തിലും 12 വീതം ഭവനരഹിതരായ ക്ഷീരകർഷകർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന ക്ഷീരസദനം പദ്ധതി, മാരക രോഗങ്ങൾ പിടിപെട്ട കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ക്ഷീരസമാശ്വാസം പദ്ധതി, ബുദ്ധിപരമായ വൈകല്യം ബാധിച്ച കുട്ടികളെ വളർത്തുന്ന ക്ഷീരകർഷകർക്ക് ധനസഹായം നൽകുന്ന പ്രത്യാശ പദ്ധതി, ഗർഭാശയം നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന വനിതാ കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ആർദ്രം പദ്ധതി, വനിതാ കർഷകർക്ക് പ്രസവ ശുശ്രൂഷയ്ക്കായി ധനസഹായം നൽകുന്ന ജനനി പദ്ധതി, കർഷകരുടെ മക്കളുടെ ടൈപ്പ് 1 പ്രമേഹ രോഗ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന ക്ഷീരകാരുണ്യ ഹസ്ത പദ്ധതി, 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്ക് മെഡിക്കൽ അലവൻസ് നൽകുന്ന സായന്തനം പദ്ധതി, കർഷകരുടെ പെൺമക്കളുടെ വിവാഹത്തിന് 10,000 രൂപ സമ്മാനമായി നൽകുന്ന ക്ഷീരസുമംഗലി പദ്ധതി, വിധവകളായ ക്ഷീരകർഷകരുടെ പെൺമക്കളുടെ വിവാഹത്തിന് 50,000 രൂപ സമ്മാനമായി നൽകുന്ന ക്ഷീര സുമനസ് പദ്ധതി. ഇതുകൂടാതെ ക്ഷീരകർഷകരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകുന്നതിനായി മേഖലാ യൂണിയൻ ലാപ്ടോപ്പ് വിതരണവും സ്കോളർഷിപ്പ് വിതരണവും സ്റ്റുഡൻസ് അഡോപ്ഷൻ പ്രോഗ്രാമും നടപ്പിലാക്കി വരുന്നുണ്ട്. സൂക്ഷ്മമായ ശ്രദ്ധയും നിരന്തരമായ പിന്തുണയും വഴി ഏറ്റവും മികച്ച ഫലം ഉറപ്പുവരുത്തുന്ന ജാഗ്രതയാണ് മലബാർ മിൽമ. ആ ജാഗ്രത ഇന്നൊരു ബൃഹത്തായ ഉൽപാദന വിതരണ ശൃംഖലയാണ്. 131 കോടി രൂപ ചെലവിൽ മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് സ്ഥാപിച്ച ഫുള്ളി ഓട്ടോമേറ്റഡും സ്കാഡ സംവിധാനവുമുള്ള സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി മിൽക്ക് പൗഡർ ഫാക്ടറി, ശ്രീകണ്ഠാപുരം ഡയറിയിൽ ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത UHT മിൽക്ക് പ്ലാന്റ്, കോഴിക്കോട് ഡയറിയിലെ ഫുള്ളി ഓട്ടോമേറ്റഡ് ഐസ്ക്രീം പ്ലാന്റ്, വയനാട് ഡയറിയിലെ പേഡ പാക്കിംഗ് മെഷീൻ, ബട്ടർ മേക്കിംഗ് മെഷീൻ, ഇതിനെയെല്ലാം ഏകോപിപ്പിക്കുന്ന ലളിതമായ ആശയവിനിമയത്തിനായി യൂണിയനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്ലൗഡ് ബേസ്ഡ് ഇന്റേണൽ സോഫ്റ്റ്വെയറുകൾ, മിൽമ ഷോപ്പുകൾ,
ഡിഫൻസ് ക്യാമ്പിലെ മിൽമ ഷോപ്പുകൾ, ആശുപത്രികളിലെ മിൽമ ഷോപ്പുകൾ, മാളുകളിലെ മിൽമ ഷോപ്പുകൾ, ഗൾഫ് മേഖലയിലേക്കുള്ള കയറ്റുമതി, ഫ്ലൈറ്റ് കാറ്ററിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ്, വന്ദേ ഭാരത് ട്രെയിനുകളിലെ റെയിൽ കാറ്ററിംഗ്, മിൽമ പ്രയോറിറ്റി ഔട്ട്ലെറ്റുകൾ, ദോശ കോർണറുകൾ, ഐസ്ക്രീം മിലി കാർട്ട്, ഇതിനെല്ലാം പുറമെ വാഹനവും ഫ്രീസറുമായി ഉൾനാടുകളിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന 50ഓളം വനിതാ ഗ്രാമതല പ്രവർത്തകർ കൂടി ചേരുന്ന വലിയൊരു ഉൽപാദന വിതരണ ശൃംഖല. മലബാർ യൂണിയൻ ഇന്നൊരു പ്രസ്ഥാനമാണ്. ടെക്നോളജിയോടൊപ്പം നിൽക്കുകയും അനുദിനം നവീകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പാൽവില കർഷകന് നൽകുന്ന, പ്രത്യക്ഷമായും പരോക്ഷമായും ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഉപജീവനമാകുന്ന ഒരു പ്രസ്ഥാനം. 144 സംഘങ്ങളുടെ അംഗത്വത്തിൽ നിന്നും 1150 സംഘങ്ങളിലേക്കും പ്രതിദിനം 64,250 ലിറ്റർ പാൽ സംഭരണത്തിൽ നിന്നും 7.06 ലക്ഷം ലിറ്ററിലേക്കും വളർന്ന 13 കോടി രൂപ വാർഷിക വിറ്റുവരവിൽ നിന്നും 1800 കോടിയിലേക്ക് എത്തി നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷീര സഹകരണ പ്രസ്ഥാനം. മലബാർ യൂണിയൻ അതിന് കടപ്പെട്ടിരിക്കുന്നത് സ്വിസ് സർക്കാരിനോടാണ്. ദേശീയ ക്ഷീരവികസന ബോർഡ് പാലുൽപാദനത്തിന് സാധ്യതയില്ലെന്ന് കണ്ടെത്തിയ മലബാർ മേഖലയിൽ സ്വിസ് സർക്കാരിന്റെ സാമ്പത്തിക സഹായമാണ് ഉത്തര കേരള ഡയറി പ്രോജക്ട് യാഥാർത്ഥ്യമാക്കുന്നത്. 2016 SDC NDDB ഫണ്ടിൽ നിന്നും അഡീഷണൽ ഗ്രാന്റായി ലഭിച്ച 33 കോടിയോളം രൂപ യൂണിയന്റെ തന്നെ ലോൺ തിരിച്ചടവ് തുകയായിരുന്നു. ഇത്തരത്തിൽ മലബാർ യൂണിയന്റെ അർപ്പണവും SDCയുടെ കരുതലും കരുത്തും നൽകിയ മലപ്പുറം മിൽക്ക് പൗഡർ ഫാക്ടറി പോലുള്ള അഭിമാന പദ്ധതികൾ ഏറെയുണ്ട്. 1989 രൂപീകരിക്കപ്പെട്ട അന്നു മുതൽ ക്ഷീര കർഷകന്റെ ജീവിത നിലവാരം ഉയർത്തുകയെന്ന ഉത്തര കേരള ഡയറി പ്രോജക്ടിന്റെ ആത്യന്തികമായ ലക്ഷ്യം നിറവേറ്റിപ്പോരുന്ന മലബാർ മിൽമ ഇന്ന് ക്ഷീര സഹകരണ മേഖലയിലെ വേറിട്ട മാതൃകയാണ്. ഈ ജൈത്രയാത്രയിൽ മലബാർ മിൽമയ്ക്ക് പിന്തുണ നൽകിയ ദേശീയ ക്ഷീരവികസന ബോർഡിനെയും കേരള സഹകരണ ക്ഷീര വിപണന ഫെഡറേഷനെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. പാൽനുരയുടെ രുചിഭേദങ്ങൾ കൊണ്ട് മലയാളിയുടെ സ്വന്തം സ്വാദായി മാറിയ മലബാർ മിൽമ ഉപഭോക്തൃ സംതൃപ്തിയിലൂടെ ഉൽപാദക സമൃദ്ധി എന്ന ആശയം ഓരോ നിമിഷവും മുറുകെ പിടിക്കുന്നു. മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ അതിന്റെ യാത്ര തുടരുകയാണ്.